4 മണിക്കൂർ നീണ്ട അധ്വാനം, കഷ്ടപ്പാട്, ചെലവ് ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചുകൂടെയെന്ന് തോന്നും. പക്ഷേ ആവശ്യത്തിനനുസരിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ, അളവ് കുറച്ചിലേ ഉണ്ടാവുള്ളൂ, പിന്നെ ടേസ്റ്റിലും വ്യത്യാസമുണ്ടോ. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ തയ്യാറാക്കുകയാണ്. അങ്ങനെ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി ഇത്രയും 4 മണിക്കൂർ എടുത്തു. നമ്മളതാണ് ഈ ചെറിയൊരു വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് വരട്ടി ഇങ്ങനെ എടുക്കുക എന്നുള്ളത് വലിയൊരു പ്രോസസ്സിങ് തന്നെയാണ്. ഇതുപോലെ ആയി കിട്ടണമെങ്കിൽ നല്ലൊരു അധ്വാനം തന്നെയാണ്, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതിനുശേഷം ഇതുപോലെ അവസാനം പ്ലേറ്റിൽ കിട്ടിക്കഴിയുമ്പോഴുള്ള ആ ഒരു സന്തോഷമുണ്ടല്ലോ, അതാണ് വലുത്. അവിടെ നമ്മുടെ ഈ കഷ്ടപ്പാട് നമ്മൾ മറക്കുന്നു. അങ്ങനെ ഇത്രയും നേരത്തെ അധ്വാനത്തിന് ശേഷം ഇതുപോലെ വരട്ടിയെടുത്ത് ആ നല്ല ടേസ്റ്റും ഇതൊക്കെ അങ്ങോട്ട്, പിന്നെ അതിൻ്റെ ആ സ്മെല്ല് ഇതൊക്കെ അങ്ങോട്ട് മൂക്കിലേക്ക് അടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സംതൃപ്തി, അതുകൊണ്ടാണ് ഇത്തരം കഷ്ടപ്പാടുകൾക്ക് മുതിരുന്നത്. നമ്മൾ കടയിൽ നിന്നും വാങ്ങാതെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത് അതൊരു രുചിയിൽ മാത്രമല്ല, ആ ഒരു മനസ്സുകൂടി നിറയ്ക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു മൺചട്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചട്ടി അടുപ്പത്ത് വയ്ക്കുന്നു, അല്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരും ജീരകം, അതായത് വലിയ ജീരകം ഒന്ന് വഴറ്റുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള തേങ്ങാക്കൊത്തുകൾ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. തേങ്ങാക്കൊത്തും കൂടി ഉള്ളപ്പോൾ ബീഫിന് ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. അത് റെഡി ആയിട്ടുണ്ട്. ഇതങ്ങനെ ജീരകം ശരിയായി, തേങ്ങാക്കൊത്ത് വഴറ്റി വന്നു. അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കും. പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കും. മേലേക്കൊക്കെ തെറിച്ചു, അതിൻ്റെ അരി പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. തെറിച്ചു, അപ്പോൾ അത് സൂക്ഷിക്കുക. പെട്ടെന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു പൊട്ടിത്തെറിക്കലൊക്കെ ഒന്ന് മാറിക്കിട്ടും. അങ്ങനെ ഇളക്കി യോജിപ്പിച്ച് വഴറ്റിക്കൊണ്ടിരിക്കുക. അതിനുശേഷം അടുത്തതായിട്ട് കറിവേപ്പില. ഇതൊരല്പം കൂടുതൽ കിടക്കട്ടെ, അതിൻ്റെ ഒരു മണവും ഗുണവും കിട്ടാൻ നല്ലതായിരിക്കും. പൊതുവെ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണെങ്കിൽ പലരും ഇത് കഴിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇത് കളയാണ് പതിവ്. പിന്നെ ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും കൂടി ചെറുതായി അരിഞ്ഞത്, അതും കൂടി വഴറ്റിയെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് വഴറ്റിയെടുക്കാൻ മാത്രമുള്ള കുറച്ച് ഉപ്പാണ് ചേർക്കുന്നത്. ബീഫിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ അനുസരിച്ച് കുറച്ചേ ചേർക്കാവൂ. ഇതിനിടയിൽ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവോള ഇതെല്ലാം കൂടി ചേർത്ത് ചതച്ചിട്ട് ബീഫ് നന്നായി വേവിച്ചെടുത്തു. അതിൽ നിന്ന് കഷ്ണം മാത്രം ആവശ്യത്തിനുള്ളത് ഊറ്റിയെടുക്കുക. ചാറ് നമുക്ക് കറിയിലേക്ക് ആവശ്യമായിട്ട് വരും. അങ്ങനെ സവോള വഴറ്റി കഴിഞ്ഞ് അതിലേക്ക് ഇഞ്ചി, പച്ചമുളക് എന്നിവ ഇഞ്ചി, വെളുത്തുള്ളി ഇത് ചതച്ച ആ പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബീഫ് മസാലയാണ്, ഇറച്ചി മസാല. ഇത് 2 സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. അത് ചേർത്ത് നന്നായി ഇളക്കുക. അതിനുശേഷം അല്പം കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് ബീഫിന് പ്രത്യേകം അത്യാവശ്യമാണെന്ന് അറിയാമല്ലോ, അതും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കുക. അങ്ങനെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വച്ചിട്ടുള്ള ബീഫ്, ഗ്രേവി ഇല്ലാതെ ആ ബീഫ് മാത്രം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ളത്. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് നമ്മളിതുവരെ ഏകദേശം ഒരു 70% വേവിച്ചെടുത്തിട്ടുള്ളത്. ബാക്കി ഇതിൽ കിടന്നാണ് വേവേണ്ടത്. നന്നായിട്ട് വേവിച്ചെടുത്താൽ വഴറ്റിയെടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 1/4 ഭാഗം വേവ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് പകരം ആ ഗ്രേവിയിൽ നിന്ന് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ മസാലയൊക്കെ ഉള്ള ആ വെള്ളത്തിൽ തന്നെ വേവുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുക. ഇതിനിടയിൽ പട്ട, ഗ്രാമ്പു, ഏലക്കായ, കുരുമുളക്, പെരുംജീരകം എന്നിവ വറുത്ത് പൊടിച്ചതുണ്ട്. അതും കൂടി ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ആയി ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് ഇനി ഇതിൽ കിടന്നൊന്ന് വേകണം. ഏകദേശം ഒരു 15 മിനിറ്റ് മതിയാവും. ആ വെള്ളം വറ്റിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ആ വെള്ളം അതിൽ തന്നെ കിടന്ന് വറ്റിയെടുത്ത്
അങ്ങനെ കിട്ടുമ്പോഴാണ് അതിന് ടേസ്റ്റ് വരുന്നത്. നന്നായി ഇത് ചെറിയ തീയിൽ വേണം ചെയ്യാൻ, തീ കൂടിക്കഴിഞ്ഞാൽ ശരിയാവില്ല. ഇതിനിടയിൽ നമ്മുടെ ബിരിയാണി, പാലക്കാടൻ ബിരിയാണി എന്ന് പറയും, അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ബീഫിലെ വെള്ളം ഏതാണ്ട് വറ്റി തുടങ്ങി. ഇത് പൂർണ്ണമായും വറ്റിയെടുക്കണം. അത് ആ വെള്ളം വറ്റിക്കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു റോസ്റ്റ് പരുവത്തിൽ ആയിട്ടുണ്ട്. മൺചട്ടിയിൽ കൂടുതൽ സമയം വഴറ്റാൻ ബുദ്ധിമുട്ടാണ്, അടി പിടിക്കുന്നുണ്ട്, അപ്പോൾ ടേസ്റ്റ് മാറും. അതുകൊണ്ട് ഒരു ഫ്രൈ പാനിലേക്ക് മാറ്റി ഇനി ശേഷം ഉള്ളത് ഇതിനകത്താണ് ചെയ്യുന്നത്. ഇത് ഒരു അല്പം വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചേർത്ത് ആവശ്യമുണ്ടെങ്കിൽ, കാരണം ഇതിനകത്ത് നിന്ന് എണ്ണ തെളിഞ്ഞു വരാൻ സാധ്യതയുണ്ട്, അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒന്ന് അല്പം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് വഴറ്റിയെടുക്കുക. അങ്ങനെ വഴറ്റി കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ ഇതിൽ നിന്ന് എണ്ണ ഇറങ്ങാൻ തുടങ്ങും. ഇതാണ് ഇതിൻ്റെ പാകം. അതാ വെളിച്ചെണ്ണ പതിയെ പതിയെ ഇങ്ങനെ ഇറങ്ങും, എണ്ണ തെളിയും. ആ ഒരു പാകത്തിലാണ് ഇത് എടുക്കേണ്ടത്. അങ്ങനെ വഴറ്റിയെടുക്കുക. ഇതെല്ലാം ചെയ്യേണ്ടത് ചെറിയ തീയിലായിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മാറും. അങ്ങനെ നമ്മുടെ ബീഫ് ഇവിടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഡെക്കറേഷനൊന്നും ചെയ്യുന്നില്ല, സമയം ഒരുപാടായി, കഴിക്കാൻ വൈകി, അതുകൊണ്ട് പെട്ടെന്ന് എടുത്ത ഫോട്ടോ ആണ്. ബാക്കി ഉണ്ടായിരുന്ന ഗ്രേവിയും അല്പം കഷ്ണം ഉപയോഗിച്ച് ഒരു കറിയും തയ്യാറാക്കിയിട്ടുണ്ട്.